ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത് ഒരു ഭാഗ്യമാണ്. അതിനൊരാഗ്രഹം നമ്മുടെ മനസ്സിൽ തോന്നുന്നത് പോലും ദൈവത്തിൻ്റെ കൃപയാണ്. അതൊരു വലിയ അനുഗ്രഹവുമാണ്. ഈ ഭൂമിയിൽ നാം എന്തെല്ലാം പഠിക്കുന്നു അല്ലേ? പഠിക്കുന്ന വിദ്യാർത്ഥി അവൻ 1-ാം ക്ലാസ് മുതൽ അല്ല, LKG മുതൽ UKG മുതൽ, ഇനി അതിനുമപ്പുറം കൊച്ചു കൊച്ചു നഴ്സറി ക്ലാസ്സുകളിൽ മുതൽ പഠനമാണ്. ആ പഠനത്തോടനുബന്ധിച്ച് പല കാര്യങ്ങൾ വായിക്കുന്നു, വരയ്ക്കുന്നു. അങ്ങനെയാണ് പഠിച്ച് ഉന്നത തലങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ കരേറിപ്പോകുന്നത്. അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഉന്നമനത്തിനും കരേറ്റത്തിനും ബൈബിൾ പഠനം അത്യന്താപേക്ഷിതമാണ്. ഈ വചനത്തിൽ എന്തെഴുതിയിരിക്കുന്നു എന്നറിഞ്ഞാലല്ലേ നമുക്ക് അതിൻ പ്രകാരം ജീവിക്കാൻ കഴിയൂ. എൻ്റെ ജീവിതം എങ്ങനെയാണ് പോകുന്നത്? കർത്താവിന് സ്തോത്രം. ഞാൻ വചനപ്രകാരമാണോ ജീവിക്കുന്നത്, അതോ എൻ്റെ ഇഷ്ടപ്രകാരമാണോ, അതോ എന്നെ ആരെങ്കിലും ചില ഉപദേശങ്ങൾ തന്ന് വഴിതെറ്റിക്കുന്നുണ്ടോ? ആത്മീയമായി എന്നെ ആരെങ്കിലും ഉപദേശ പിശകുകളിലൂടെ നടത്തുന്നുണ്ടോ? എല്ലാം അറിയണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായി വചനത്തോടൊരടുപ്പം വേണം. കർത്താവിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞു, അവർ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെ അറിയായികയാൽ തെറ്റിപ്പോകുന്നവൻ. പല മൂഢവിശ്വാസങ്ങളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്. അത് കേവലം ഏതോ ചില മനുഷ്യരുണ്ടാക്കി വെച്ചതാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസം ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഓരോ മേഖലകളിലും എങ്ങനെയെല്ലാം മുന്നോട്ട് പോകണമെന്ന് വചനം പറയുന്നുണ്ട്. ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, ഒരപ്പൻ എങ്ങനെയായിരിക്കണം, ഒരമ്മ എങ്ങനെയായിരിക്കണം, ഒരു വിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം, ഒരു മകൻ എങ്ങനെയായിരിക്കണം, അല്ല മക്കൾ എങ്ങനെയായിരിക്കണം, ഒരു യജമാനൻ എങ്ങനെയായിരിക്കണം, ഒരു ജോലിക്കാരൻ എങ്ങനെയായിരിക്കണം, എല്ലാം ഒരു ദൈവവേലക്കാരൻ എങ്ങനെയായിരിക്കണം, എല്ലാ മേഖലകളിലും ബന്ധപ്പെട്ട് നിൽക്കുന്ന നിർദ്ദേശങ്ങൾ തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ ഈ വചനത്തെ ഒഴിവാക്കിക്കൊണ്ടോ വചനത്തെ പഠിക്കാതെയോ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. വചന പഠനം അത് അനുഗ്രഹമാണ്. അത് സാധാരണ ഒരു പ്രസംഗം പോലെ അത്ര രസകരമൊന്നും ആകുകയില്ല. പക്ഷേ നാം ഈ വചനം പഠിക്കുന്നതിലൊരു രസം കണ്ടെത്തിയാൽ നമുക്ക് ആവേശമായിരിക്കും, സന്തോഷമായിരിക്കും. എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ വൈകിട്ട് 6:30 മുതൽ 8:30 വരെ എല്ലാ വെള്ളിയാഴ്ചയും ബൈബിൾ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് കടന്നു വരാം. മൂവാറ്റുപുഴ KSRTC സ്റ്റാൻഡിൽ നിന്നും വെറും 250-300 മീറ്റർ മാത്രമേ ഉള്ളൂ. MC റോഡിലൂടെ പോകുമ്പോൾ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രാർത്ഥനാ ഹാള്. നിങ്ങൾ കടന്നു വരാം. പക്ഷേ ഇത് കൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ ഓരോ ബൈബിൾ ക്ലാസ്സിൻ്റെ പഠനങ്ങൾ അത് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് അയച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ വചനം ലളിതമായി പഠിക്കുവാനുള്ള ഒരു അവസരമാണത്. വലിയ പണ്ഡിതോചിതമായ ആഴമേറിയ ക്ലാസ്സുകളൊന്നുമല്ല, വളരെ ലളിതമായ വളരെ അനുഭവവേദ്യമായ ചില കാര്യങ്ങളാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു നമ്മുടെ പഠന വിഷയം. കുറേ ക്ലാസ്സുകൾ പഠിച്ചു. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 6ഓളം എപ്പിസോഡുകൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് 7ാമത്തെ എപ്പിസോഡാണെന്നാണ് എൻ്റെ വിശ്വാസം. നാം ഇപ്പോൾ പഠിച്ചു വരുന്നത് വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം വരെയുള്ള 66 പുസ്തകങ്ങളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പേരുകൾ ഏതെങ്കിലും പരാമർശിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സാദൃശ്യങ്ങൾ ഏതെങ്കിലും തൊട്ടുപോകുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് എടുത്ത് നോക്കി എന്താണ് അവിടെ പരിശുദ്ധാത്മാവിലൂടെ നടന്ന പ്രവർത്തനം, പരിശുദ്ധാത്മാവ് എന്തെല്ലാം ചെയ്തു എന്നെല്ലാം നാം ചിന്തിക്കുകയാണ്. സംഖ്യാപുസ്തകത്തിലേക്ക് നാം കടന്ന് വന്നിരിക്കുകയാണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവിടെ ചില സംഭവങ്ങൾ, ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിനു മുമ്പായി ഞാൻ പറയട്ടെ, നിത്യനായ ദൈവം നീട്ടിയ കൈകൊണ്ടും ബലമുള്ള ഭുജം കൊണ്ടും ഇസ്രായേൽ മക്കളെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. എത്രയോ അത്ഭുതങ്ങൾ കാണിച്ചു. ഫറവോൻ്റെ ഹൃദയം പലപ്പോഴും കഠിനമായി,
അവൻ കോപിക്കുന്നുണ്ട്. പല ബാധകളും വരുത്തുമ്പോൾ അവനൊന്ന് അനുദപിക്കും. പിന്നെയും ഹൃദയം കഠിനമാക്കുന്ന ഫറവോന്യ ഹൃദയം. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ ജീവനുള്ള ദൈവം തൻ്റെ ജനത്തെ പുറപ്പെടുവിച്ചു. ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയാം, ഒരു മർമ്മം പറയാം. ആരെല്ലാം എതിരായാലും, ചക്രവർത്തിമാരെതിരായാലും, ഭൂരാജാക്കന്മാരെതിരായാലും, ജീവനുള്ള ദൈവം ഒരു കാര്യം ചിന്തിച്ചാൽ, ഒരു കാര്യം അത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടത്തുക തന്നെ ചെയ്യും. സ്തോത്രം. ആരെല്ലാം എതിരെ നിന്നാലും ദൈവം പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കും. അതുകൊണ്ട് ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഒന്നിലും പേടിക്കരുത്, ആരെയും ഭയപ്പെടരുത്. ജീവനുള്ള ദൈവത്തെ ഭയപ്പെടുക. ഈ ഭൂമിയിലെ മനുഷ്യൻ, ആ മനുഷ്യ ഭയപ്പെട്ട് നാം മാനുഷിക ഭയമുള്ളവരാകരുത്. മാനുഷിക ഭയം ഒരു കെണിയാവുന്ന ദൈവത്തിന് വചനമുണ്ട്. കർത്താവിന് സ്തോത്രം. ഇവിടെ നാം കാണുന്നത് ജീവനുള്ള ദൈവം ജനത്തെ പുറപ്പെടുവിച്ചു. മരുഭൂമിയിലൂടെ കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. പകൽ മേഘസ്തംഭമുണ്ട്, രാത്രി അഗ്നിസ്തംഭമുണ്ട്. പകൽ ജനത്തിന് വെയിലേൽക്കാതെ, മരുഭൂമിയിൽ വെയിലേൽക്കാതെ മേഘം തണലായി നിൽക്കുന്നു. എന്നാൽ രാത്രികാലങ്ങളിൽ ജനത്തിന് മരുഭൂമിയിലുള്ളതായ ആപത്തുകളും അനർത്ഥങ്ങളും ഒന്നും വരാതെ ശരിയായ വഴിയിലൂടെ പോകുവാൻ അവർക്ക് അഗ്നിസ്തംഭം അവരുടെ മുന്നിൽ. ദൈവം, ജീവനുള്ള ദൈവം നേരിട്ട് വഴി നടത്തുന്ന ദൈവജനം. കർത്താവിന് സ്തോത്രം. ഞാൻ ചേർത്ത് പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചാൽ ഇസ്രായേൽ മക്കൾ നടത്തിയതുപോലെ ദൈവം നമ്മെയും നടത്തും. ദൈവത്തിൻ്റെ മക്കളായി തീരുക. മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവകാശികളായി തീരുകയാണ്. സ്വർഗീയ സംരക്ഷണത്തിന്, സ്വർഗീയ കൃപകൾക്ക്, സ്വർഗീയ നന്മകൾക്ക്, നൽവരങ്ങൾക്ക് നാം അവകാശികളായി തീരുകയാണ്. ഇവിടെ അങ്ങനെ ആ ജനം മുന്നോട്ട് പോകുമ്പോൾ അവർ സീനായിൽ എത്തി. അവിടെ നിന്ന് യാത്ര മുന്നോട്ട് പുറപ്പെടുകയാണ്. സ്തോത്രം. പെട്ടകം പുറപ്പെടുമ്പോൾ ആ ഇസ്രായേൽ ജനത്തിന് മുമ്പായി ഒരു പെട്ടകമുണ്ട്, ദൈവത്തിൻ്റെ പെട്ടകം. ആ പെട്ടകം പുറപ്പെടുമ്പോൾ മോശ ദൈവത്തോട് പറയും, യഹോവേ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പായിക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യട്ടെ എന്ന് പറയും. പെട്ടകം പുറപ്പെടുമ്പോൾ, എന്ന് വെച്ചാൽ സഭ പുറപ്പെടുമ്പോൾ, ജനം പുറപ്പെടുന്നതിന് മുമ്പ് പെട്ടകം പുറപ്പെടാൻ തുടങ്ങുന്നു. അപ്പോൾ മോശ അങ്ങനെ പറയും, ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്നാൽ പെട്ടകം വിശ്രമിക്കുമ്പോൾ മോശ പറയും, യഹോവേ അനേകായിരമായി ഇസ്രായേലിൻ്റെ അടുക്കൽ മടങ്ങി വരണമേ എന്ന് പറയും. അങ്ങനെ വളരെ ദൈവത്തോട് അടുത്ത് നിന്ന ഒരു ജനം, ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവം കൂടെ ഇരുന്ന ഒരു ജനം. എന്നാൽ ഇത്രയും ദൈവത്തെ കൂടെ അറിഞ്ഞ് അനുഭവിച്ചു പോയ ജനത്തിനും അനേകം വീഴ്ചകളും താഴ്ചകളും പരാജയങ്ങളും ദൈവത്തോട് തന്നെ പരിഭവങ്ങളും ദൈവത്തിൻ്റെ പ്രിയപുരുഷനായ മോശയോടും പലപ്പോഴും പരിഭവങ്ങളും പരാതികളും ദേഷ്യങ്ങളും വന്നു. പലപ്പോഴും ദൈവത്തോടും മനുഷ്യരോടുമുള്ള ദേഷ്യങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വേലക്കാരായ ദൈവമക്കളോടാണ്, സഭാ ശുശ്രൂഷകരാണ് പലപ്പോഴും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം സംഖ്യാപുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ, അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാർ പിറുപിറുത്തു. പിറുപിറുക്കുന്ന ഒരു ജനം, പിറുപിറുക്കുകയാണ് അവർ. എന്താണ് അവരുടെ പിറുപിറുപ്പിന് കാരണം? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഓർക്കുന്നു. മിസ്രൈമിലെ കഷ്ടതയാണ് അവിടെ, പക്ഷേ ചില സൗഭാഗ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ജനം പറയുകയാണ്. ഇന്നും അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? ഈ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, ചില വിഘ്നങ്ങൾ വരുമ്പോൾ, ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ഉഷ്ണക്കാറ്റ് ഏൽക്കുമ്പോൾ, ആ പഴയ കൂട്ടുകെട്ട് മതിയായിരുന്നു, പണ്ടത്തെ പോലെ അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു, പഴയ മദ്യപാനമൊക്കെ ആയിട്ട് ജീവിച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒക്കെ ചിന്തിക്കുന്ന ചിലരെങ്കിലും കാണും. പ്രിയപ്പെട്ടവരെ, ആ ചിന്ത തെറ്റാണ്. നിങ്ങൾ ഒരിക്കലും ആ പഴയതിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുകയും. ലോത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു പുറകോട്ട് നോക്കരുത്. പക്ഷെ അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി. നമ്മുടെ ജീവിതത്തിലും പുറകോട്ട് നോക്കണ്ട. അപ്പോസ്തലനായ പൗലോസ് പറയും, പിമ്പിലുള്ളത് മറന്നുകൊള്ളണം, അതിന് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? പിമ്പിലുള്ളത് മറന്നിട്ട് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടണം. ഇസ്രായേൽ ജനം പലപ്പോഴും പരിഭവിക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്, കോപിക്കുന്നുണ്ട്, ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നുണ്ട്.
സംസാരിക്കുന്നുണ്ട്, മോശയ്ക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ട്. അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുന്നവർ പിറുപിറുത്തു. യഹോവ ഇത് കേട്ടു, അവൻ്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി പാളയത്തിൻ്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. പെട്ടകത്തിൽ നിന്ന് അകന്നു നിന്ന ജനം, ദൈവത്തോട് ചേരാത്ത ജനം, മോശയോട് ചേരാത്ത ജനമാണ് പിറുപിറുത്തത്. പക്ഷെ അവരെ ദൈവം ദഹിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ മോശ എന്താണ് ചെയ്തത്? ജനം മോശയോട് നിലവിളിച്ചു, മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. പലപ്പോഴും അങ്ങനെയാണ്. ജീവിതത്തിൽ കെടുതികളും പ്രതിസന്ധികളും വരുമ്പോൾ ജനം ഓടിച്ചെന്ന് മോശയുടെ അടുക്കൽ ചെല്ലും. മോശ എന്ത് ചെയ്യും? മോശ ദൈവത്തോട് പ്രാർത്ഥിക്കും. മോശയ്ക്ക് അതല്ലാതെ വേറെ മാർഗമില്ല. മോശയ്ക്ക് പറയാൻ വേറെ ആരുമില്ല. ആരുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാൽ പ്രയോജനം കിട്ടിയിട്ട് വേണ്ടേ പറയാൻ? ദൈവത്തോട് പറഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുകയുള്ളൂ. അത് മോശയ്ക്ക് അറിയാം. മോശ ജനത്തിൻ്റെ പ്രയാസങ്ങളും ജനത്തിൻ്റെ പരിഭവങ്ങളും പരാതികളും ജനത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ തീ കെട്ടുപോയി. വലിയൊരു ദൈവകോപം വന്നപ്പോൾ മോശ ജനത്തിൻ്റെയും ദൈവത്തിൻ്റെയും നടുവിൽ നിന്ന് ജനത്തിന് വേണ്ടി മധ്യസ്ഥ അണച്ചപ്പോൾ ആ ദൈവിക തീ കെട്ടുപോയി എന്ന് നാം സംഖ്യാപുസ്തകം 11-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പിന്നെയും ജനം അവരുടെ ഇടയിലുള്ള മിസ്രൈമ ജാതി ദുരാഗ്രഹികളായി. ജനം ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചിയായി തരുമെന്ന് പറഞ്ഞു. ഒരിക്കൽ മന്നായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരിക്കൽ വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ജനം ആവശ്യപ്പെട്ടതെല്ലാം ദൈവം കൊടുക്കുന്നുണ്ട്, വലിയ പ്രതിസന്ധികൾ മാറ്റുന്നുണ്ട്. പക്ഷെ ജനത്തിന് വിശ്വാസമില്ല. ജനം പറയുകയാണ്, ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചിയായി തരും. ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ചുവന്നുള്ളി, ഉള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്നയല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനത്തിന് വിശന്നപ്പോൾ ദൈവം മന്ന അയച്ചു കൊടുത്തു, സ്വർഗീയ ഭോജനം. വളരെ ശ്രേഷ്ഠകരമായ ഭക്ഷണമാണ്. പക്ഷേ കുറച്ച് തിന്നു കഴിഞ്ഞപ്പോഴേക്കും ജനത്തിന് ചെടിപ്പ്, ഒരു ആവശ്യമില്ലായ്മ, സന്തോഷമില്ലായ്മ. എന്നും ഈ മന്നയല്ലേ എൻ്റെ പ്രിയരെ? മന്ന സ്വർഗീയ ഭോജനമാണ്, മന്ന ദൈവിക വചനമാണ്. ഇന്നും വചനത്തോട് താല്പര്യമില്ലാത്തവരില്ലേ? വചനം കേൾക്കാൻ വരാത്തവരില്ലേ? സഭയിലുള്ളവർ പലരും എല്ലാ ശുശ്രൂഷയ്ക്കും വരികയില്ല, വല്ലപ്പോഴും വരും, സാഹചര്യം ഉണ്ടേ വരും. എന്നാൽ ചിലർ എങ്ങനെ സാഹചര്യം ഉണ്ടാക്കി വരും, ദാഹത്തോടെ വരും, മന്നയോടുള്ളതായ ദാഹം. പക്ഷേ ഇസ്രായേൽ ജനം പറയുകയാണ്, ഈ മന്ന തിന്ന് ഞങ്ങൾ മടുത്തു, ഞങ്ങൾക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞു. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ജനം കുടുംബമായി ഓരോരുത്തരും താൻ്റെ കൂടാര വാതിൽക്കൽ വെച്ച് കരയുന്നത് മോശ കേട്ടു. യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു, മോശയ്ക്കും അനിഷ്ടമായി. കർത്താവിന് സ്തോത്രം. മന്ന കൊടുത്ത ദൈവം, ആ ദൈവം സകലവും തരാൻ ശക്തനാണെന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇസ്രായേൽ ജനം പിറുപിറുക്കുകയാണ്. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ദൈവത്തോട് പിറുപിറുക്കുന്നവരുണ്ടോ? മനുഷ്യരോട് പിറുപിറുക്കുന്നവർ ഒത്തിരി പേരുണ്ട്, ഇല്ലേ? എന്തു വന്നാലും മനുഷ്യരോട് പിറുപിറുക്കും. ഒരു സഭയിലാണെങ്കിൽ എന്തു വന്നാലും പാസ്റ്ററോട് പിറുപിറുക്കും. ഒരു നന്മ വന്നാലോ തിന്മ വന്നാലോ എല്ലാം നാം സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് പിറുപിറുക്കുന്നു. ഇവിടെ ഇസ്രായേൽ ജനം പിറുപിറുത്തു. 11-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ജനം കുടുംബമായി ഓരോരുത്തൻ താൻ്റെ കൂടാരവാതിൽക്കൽ വെച്ച് കരഞ്ഞെന്ന് മോശ കേട്ടു. എന്തിനാ അവർ കരഞ്ഞത്? ഞങ്ങൾക്ക് ഇറച്ചിയില്ല, ഞങ്ങൾക്ക് ഉള്ളിയില്ല, ചിറ്റുള്ളിയില്ല, ഞങ്ങൾ മിസ്രൈമിൽ അനുഭവിച്ച ചില സുഖങ്ങൾ ഇവിടെ ഇല്ലെന്ന്. ഉള്ളതിൽ സംതൃപ്തിയുള്ളൊരു ഹൃദയം അത് ദൈവത്തിൻ്റെ ദാനമാണ്. തക്ക സമയത്ത് കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തരുമെന്ന് വിശ്വസിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അവർ ദൈവത്തോട് പിറുപിറുക്കുകയാണ്. കാരണം അവർ പോലും ആവശ്യപ്പെടാതെയല്ലേ നിത്യനായ ദൈവം അവരെ സ്നേഹിച്ച് വിളിച്ചിറക്കിയത്. അവർക്ക് ദൈവത്തോട് നന്ദി കുറഞ്ഞുപോയി. ഫറവോൻ്റെ അടിമത്തത്തിൽ കിടന്ന ഞങ്ങളെ കർത്താവ് നീട്ടിയ കൈ കൊണ്ടും ബലമുള്ള ഭുജം കൊണ്ടും വിടുവിച്ചല്ലോ. ഞങ്ങൾക്ക് പാറയിൽ നിന്ന് വെള്ളം തന്നല്ലോ, ഞങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ഭോജനമായി മന്ന തന്നല്ലോ, ഇനി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ ദൈവം ശക്തനാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആർപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ദൈവത്തോട് പരിഭവിക്കുന്നു, പരാതിപ്പെടുന്നു, ദൈവത്തിൻ്റെ വ്രതനോട് വഴക്കടിക്കുന്നു. എല്ലാം കണ്ടപ്പോൾ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. കർത്താവിന് സ്തോത്രം. കൂടാരവാതിൽക്കൽ വെച്ച് ജനം കരയുന്നത് മോശ കേട്ടു. യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു, മോശയ്ക്കും അത് അനിഷ്ടമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 11-ാമത്തെ വാക്യം,
അപ്പോൾ മോശെ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വലിച്ചതെന്ത്? എന്താ പറയുന്നത്? എന്ത് വന്നാലും ദൈവത്തിനാണ് കുറ്റം, ഇല്ലേ? ജനവും ദൈവത്തെ കുറ്റം പറയുന്നത്, മോശയും ദൈവത്തെ കുറ്റം പറയുന്നത്, എല്ലാവരും യേശുവിനെ കുറ്റം പറയുക. ഈ ജനത്തിൻ്റെ പ്രകൃതം കണ്ടപ്പോൾ മോശ ദൈവത്തോട് പറയുകയാണ്, നീ അടിയനെ വലിച്ചത് എന്തിനാ? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിനെയും ഭാരം എൻ്റെ മേൽ വെച്ചത് എന്തിനാണ്? കർത്താവേ, ഈ 600,000 ജനത്തിൻ്റെ ഭാരം മുഴുവൻ ഞാൻ ചുമക്കേണ്ടി വന്നല്ലോ. ഈ ജനത്തിൻ്റെ ഓരോ വികാരങ്ങളും, ചിലപ്പോൾ അവർ എതിർക്കും, ചിലപ്പോൾ മത്സരിക്കും, ചിലപ്പോൾ മറുതലിക്കും, ചിലർ ദൈവത്തോട് എതിർത്ത് പറയും, ചിലർ കോപിക്കും. സമ്മിശ്ര വികാരമുള്ള ഈ ജനത്തെ എന്തിനാണ് കർത്താവേ എൻ്റെ കയ്യിൽ തന്നത്? ജനത്തിൻ്റെ ഭാരം മുഴുവൻ തൻ്റെ മേൽ വന്നിരിക്കുന്നു എന്നാണ് മോശ ദൈവത്തോട് പറയുന്നത്. അപ്പോൾ മോശ വീണ്ടും ദൈവത്തോട് പറയുകയാണ്, ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് ഇറച്ചി എവിടെ നിന്ന് കിട്ടും? അവരിതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു. മോശയ്ക്കും വിശ്വസിച്ചാൽ മതിയായിരുന്നു. കാരണം അന്ന് മോശ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വെള്ളം കൊടുത്തതാണ്. മാറയിലെ വെള്ളം മധുരമായി തീർന്നതാണ്. കർത്താവിന് സ്തോത്രം. ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിന് അവിടെ മൃഗജാലങ്ങൾക്ക് കൊടുപ്പാൻ വെള്ളം കൊടുത്ത് പുറപ്പെടുവിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തിലൊരു വിശ്വാസം മതിയായിരുന്നു. പക്ഷേ അവർ എല്ലാത്തിനും പിറുപിറുക്കുന്ന ഒരു ജനമായി തീർന്നു. ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുക, ഉള്ളത് കൊണ്ട് സന്തോഷമായി കഴിയുക. സ്തോത്രം. പിറുപിറുക്കരുത്. അത് ദൈവം ദുഃഖിക്കുന്നൊരു പാപമാണ്. അങ്ങനെ ഇസ്രായേൽ ജനം ദൈവത്തിനും മോശയ്ക്കും എതിരായി നീരസപ്പെട്ടു, കോപിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തോട് മോശ ചോദിക്കുകയാണ്, മുല കുടിക്കുന്ന ഒരു കുഞ്ഞിനെ ധാത്രി എടുക്കുന്ന പോലെ നീ അവരെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് എൻ്റെ മാറത്ത് കൊണ്ടുപോകണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെയൊക്കെ ഞാൻ ഗർഭം ധരിച്ചുവോ? ഞാൻ അവരെ പ്രസവിച്ചുവോ? മോശ അല്പം മടുത്തു. ജനം എന്നും പിറുപിറുക്കുകയാണ്. എന്തു വന്നാലും മോശയ്ക്ക് പ്രയാസം. പാളയം മുഴുവൻ മോശയ്ക്കെതിരായി പിറുപിറുക്കുന്നു. പ്രിയപ്പെട്ടവരെ, വാസ്തവമായി കർത്താവിൻ്റെ വേലയും ദൈവമക്കൾ എന്തുമാത്രം ഭാരം അനുഭവിക്കുന്നുണ്ട്. ഒരു 100 പേരുള്ളൊരു സഭയിൽ 100 ചിന്താധിക്കാർ. 100 പേരെ പ്രസാദിപ്പിച്ചുകൊണ്ട് എങ്ങനെ തീരുമാനമെടുക്കും? എങ്ങനെ ഓരോ ഡിസിഷൻ അറിയിക്കും? സ്ട്രിക്റ്റായിട്ടൊന്ന് പറഞ്ഞാൽ പിന്നെ കുറേ പേര് വരികയില്ല. കർത്താവിന് സ്തോത്രം. ചില പാപങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ജനം ഇടറിപ്പോകും. ഈ ജനത്തെ നടത്തുക ചെറിയ ശുശ്രൂഷയല്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ മോശ പറഞ്ഞു, കർത്താവേ, എനിക്കൊരു അമ്മ ചുമക്കുന്ന പോലെ ചുമക്കാൻ എനിക്ക് വയ്യ. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഏകനായി ഈ സർവ്വജനത്തെ വഹിപ്പാൻ എന്നെക്കൊണ്ട് കഴിയുന്നതല്ല, അതെനിക്ക് അതിഭാരമാകുന്നുവെന്ന് മോശ പറയുകയാണ്. 16-ാമത്തെ വാക്യത്തിൽ നിത്യനായ ദൈവം മോശയോട് പറയുകയാണ്, അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനൊക്കെ നിന്നോടുകൂടി നിൽക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു. മോശ തന്നെത്താൻ ഭാരം ചുമക്കാൻ പറ്റുകയിൽ ദൈവത്തോട് അറിഞ്ഞപ്പോൾ ദൈവം 70 പേരെ തിരഞ്ഞെടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. 70 പേര്. സംഖ്യാപുസ്തകം 11-27 വായിക്കുമ്പോൾ അങ്ങനെ മോശ എന്ന യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞു. ജനത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിന് ചുറ്റിൽ നിർത്തി. ദൈവം പറഞ്ഞതുപോലെ മോശ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുന്ന പോലെ നാം ചെയ്യണം. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യരുത്, സ്വന്തം വഴിയിൽ ചെയ്യരുത്, സ്വന്തം പ്ലാനും പദ്ധതിയിൽ ചെയ്യരുത്. അതൊരുപക്ഷെ നമുക്ക് നന്മയേക്കാൾ തിന്മ വിളിച്ചു വരുത്താം. മോശ ദൈവം പറഞ്ഞ പോലെ ചെയ്തു എന്നാണ് യഹോവ ഒരു മേഘത്തിലിറങ്ങി അവനോട് അരുളി ചെയ്തത്. അവൻ്റെ മേലുള്ള ആത്മാവിൽ കുറേ എടുത്ത് മൂപ്പന്മാരായ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു. ദൈവത്തിന് സ്തോത്രം. മോശയിലുള്ള ആത്മാവിൻ്റെ ഒരംശം കുറേ എടുത്ത് 70 മൂപ്പന്മാർക്ക് പകർന്നു കൊടുത്തു. അതേ, പരിശുദ്ധാത്മാവ് പകർച്ചയുടെ ആത്മാവ്. പകർന്നു കൊടുക്കാം, പകർന്നു കിട്ടാം. സ്തോത്രം. പകർച്ചയുടെ ആത്മാവാണ്. പൗലോസും പത്രോസും എഴുന്നേറ്റ് സംസാരിച്ചപ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും ആത്മാവിൽ വന്നു എന്നുള്ളത് അവിടെ വലിയൊരു പകർച്ചയാണ്. ആത്മപകർച്ച എന്ന് പറയും. പരിശുദ്ധാത്മാവിന് പകർന്നു കിട്ടുകയാണ്. സ്തോത്രം. ആത്മാവ് അവരുടെ മേൽ ആവശ്യപ്പോൾ അവർ പ്രവചിച്ചു എന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സംഖ്യാപുസ്തകം 11-ാം അധ്യായം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. പരിശുദ്ധാത്മാവ്. ശുശ്രൂഷ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് വേണം. ഒരു കൂട്ടം ജനത്തെ നടത്താൻ പരിശുദ്ധാത്മാവ് വേണം. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ അറിവുകൊണ്ടോ ജ്ഞാനം കൊണ്ടോ
വിവേകം കൊണ്ടോ ശാസ്ത്രീയമായ പഠനം കൊണ്ടോ കമ്പ്യൂട്ടറിൻ്റെ പഠനം കൊണ്ടോ ഒന്നും നമുക്ക് ദൈവസഭയെ നടത്താൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൃപ. ഇവിടെ മോശയിൽ പകർന്ന ആത്മാവിൻ്റെ ഒരംശം 70 പകർന്നു. അവരും പ്രവചിക്കാൻ ഇടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ പകർച്ച, പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക്, പരിശുദ്ധാത്മാവ് പകർന്നു കിട്ടുന്ന ആത്മാവാണ്. ഞാനൊരാശയം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ആ 70 പേരുടെ മേലും ആത്മാവ് വന്നു. ആ 70 പേരും പ്രവചിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാവരും ചേർന്നുള്ള വേലയാണ് ദൈവം പ്രസാദിക്കുന്നത്. നാം ഒറ്റയ്ക്ക് നിന്നാൽ എത്ര ചെയ്യാൻ പറ്റും? നാം ഒരാളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ നാം കൂട്ടായി നിന്നാൽ, ഒറ്റക്കെട്ടായി നിന്നാൽ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, ക്രിസ്തുയേശുവിൽ ഒന്ന്, യേശുവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന ദൈവമക്കൾ എല്ലാവരും സഹോദരി സഹോദരങ്ങളാണ്. അവർ കർത്താവിൻ്റെ ശ്രേഷ്ഠരായ ദൈവദാസന്മാരാണ്. അവരെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുക. കർത്താവിന് സ്തോത്രം. അങ്ങനെ ചെയ്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ ആത്മപകർച്ച നമ്മുടെ മേലും കർത്താവ് പകരും. പരിശുദ്ധാത്മാവിൻ്റെ ഔട്ട് പോറിങ് നമ്മുടെ മേൽ തരും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുള്ള അനാവശ്യമായ കാര്യങ്ങളെല്ലാം മാറ്റി നമ്മെ പുതുക്കി പണിയും. കർത്താവായ യേശു ക്രിസ്തു നിറയ്ക്കുന്നവനാണ്. തൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കുന്നവനാണ്. തൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കുന്നവനാണ്. ആ 70 പേരുടെ മേൽ ആത്മാവിനെ അയച്ച് അവരെ കൊണ്ട് തന്നെ ശുശ്രൂഷ ചെയ്യിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇന്ന് ഈ തലമുറയിൽ മകനെ പരിശുദ്ധാത്മാവിനെ വഹിക്കുന്ന ഒരു മന്ദിരമായി നിനക്ക് നിൽക്കാമോ? പരിശുദ്ധാത്മാവിൻ്റെ കൃപ അനുഭവിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച അനുഭവിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവവേലയ്ക്ക് പ്രയോജനമുള്ളവനായി ആത്മീയ നേതൃത്വത്തിന് കീഴടങ്ങി, പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിന് കീഴടങ്ങി നമുക്കും കർത്താവിൻ്റെ വേല തേയ്ക്കാം. അതിനിടയാകട്ടെ. സംഖ്യാപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ളതായ ഭാഗങ്ങൾ ഇന്നത്തെ ഈ ഒരൊറ്റ എപ്പിസോഡിനുണ്ട്. ഞാൻ നിർത്തട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ഈ ബൈബിൾ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, രാജാതിരാജനായ ഞങ്ങളുടെ കർത്താവേ, ഇന്ന് തിരുവചനം കേട്ട അവിടുത്തെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അവിടുത്തെ ആത്മാവിനെ പകരണമേ. ഹല്ലേലൂയ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശയിലുള്ള ആത്മാവിൻ്റെ ഒരു പങ്കെടുത്ത് കർത്താവെ ആ മൂപ്പന്മാരുടെ മേൽ 70 മൂപ്പന്മാരുടെ മേൽ പകർന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഔട്ട് പോറിങ്, പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക്, പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും അയക്കണമെന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ, അനുഗ്രഹത്താൽ നിറയ്ക്കണമെന്ന് കാൽവൽ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തിരുവിഷ്ടം പോലെ കേട്ട് ഉത്തരമില്ലുമാറാകണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ വിളിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ പറഞ്ഞു തരാം. കർത്താവിന് സ്തോത്രം. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം